ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. മന്തിയും കപ്സയൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ് ഈ റൈസിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം ഈ റൈസിലേക്ക് വേണ്ട ചിക്കന് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് പോക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ വരയിട്ട് കൊടുക്കണം. നമ്മളിതിൽ തേക്കുന്ന മസാലകളൊക്കെ ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുക. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ 2-3 കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് സമയം മാറ്റി വെക്കണം. നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതൊരു അരമണിക്കൂറാണ് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നത്. പിന്നെ ഇനി ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്ക് വേണ്ട അടുത്ത ബാച്ച് മസാലയൊന്ന് റെഡിയാക്കിയെടുക്കുക. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മല്ലി, ഇതുപോലുള്ള പച്ചമല്ലി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി 1 ടീസ്പൂൺ കബ്സ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുക. 1 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇത് ഓവർനൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ അരമണിക്കൂറാണ് വെച്ചത്. ഇനി നമ്മൾ അരച്ചെടുത്ത ഈ മസാലക്കൂട്ടും കൂടെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകൊന്ന് ചതച്ചെടുക്കണം. വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ അധികം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-13 എടുക്കുക. ഇതുപോലെ ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചിക്കൻ്റെ എല്ലായിടത്തും ഈ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കളറ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് റെഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഇതൊന്ന് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂറും കൂടെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 കപ്പ് ബസ്മതി റൈസാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. നല്ല നീളമുള്ള ബസ്മതി റൈസാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. 3 കപ്പ് റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇവിടെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ ചിക്കന് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടിനി ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഓയിൽ നമ്മൾ ലാസ്റ്റ് റൈസിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് സമയം ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മൊത്തത്തിൽ ചിക്കന് ഒരു 30-35 മിനിറ്റൊക്കെ വേവിച്ചെടുക്കണം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അത് നോക്കിയിട്ട് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക.
ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്ലെയിം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലുള്ള ഓയിൽ നമുക്ക് ലാസ്റ്റ് റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഫ്ലെയിം എപ്പോഴും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 35 മിനിറ്റാണ് മൊത്തത്തിൽ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും ഒരു 10 മിനിറ്റ് വീതം ആയിട്ടുണ്ട്. മൊത്തത്തിൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കന് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. ചിക്കൻ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക. ഇനി റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രം വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും കാഷ്യൂസും അത്യാവശ്യം നായി വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ റൈസൊക്കെ വേവിച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഈ ഓയിലിലേക്ക് ഒരു 4-5 ഏലക്ക, 5-6 ഗ്രാമ്പു, 3 കഷ്ണം പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിനി ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നടു കീറാതെയാണ് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഒരു ഡ്രൈ ലെമൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കപ്സ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് റൈസിന് വേണ്ടിയിട്ട് 6 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചിക്കന് ഇടയ്ക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പൊട്ടാറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് വേവുന്ന സമയം കൊണ്ട് പൊട്ടാറ്റോ നമുക്ക് വെന്ത് കിട്ടും. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 12 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് 2-3 തവണ ഇതുപോലെ റൈസ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. റൈസും ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം.
ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഈ വരുന്ന ബാക്കി ഭാഗം നമുക്ക് റൈസിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ വറുത്തെടുത്ത ഈ ഒരു ഓയിലിൻ്റെ ഈ ഒരു കൂട്ടാണ് ഈ റൈസിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ റൈസിലേക്ക് എന്തായാലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് റൈസ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഈ റൈസിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച ക്യാരറ്റും കാഷ്യൂസും റൈസിൻസും ഒക്കെ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ, ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കപ്സയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പോലെ ഇതിനൊരു സ്മോക്കി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വെക്കണം. അടിയിലൊരു പഴയ തവയുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എത്രത്തോളം ഫ്ലെയിം കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്